വിദേശത്ത് പഠിക്കുക അതൊരു വലിയ സ്വപ്നമാണല്ലേ? എന്നാൽ സ്കോളർഷിപ്പുകൾ ഉപയോഗിച്ച് ആ സ്വപ്നം എങ്ങനെ എളുപ്പത്തിൽ യാഥാർത്ഥ്യമാക്കാമെന്ന് നമുക്ക് നോക്കാം. അതെ, ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലൊന്നിൽ പഠിക്കുക അത് നമ്മളിൽ പലരുടെയും വലിയൊരാഗ്രഹമാണ്. പക്ഷെ പലപ്പോഴും അതൊരു സ്വപ്നമായിട്ടങ്ങ് ഒതുങ്ങിപ്പോകും, അല്ലേ? അതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? പണം തന്നെ. ആ ഒരു വലിയ പഠനച്ചെലവ്. അത് തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ. കഴിവുള്ള എത്രയോ കുട്ടികളാണ് ആ ഒരു കാരണം കൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാൻ പോലും മടിക്കുന്നത്. പക്ഷേ ഈ സാമ്പത്തിക ഭാരം മറികടക്കാൻ ഒരു വഴിയുണ്ട്. അതാണ് സ്കോളർഷിപ്പുകൾ. ഈ സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത് വെറുതെ പഠിക്കാനുള്ള പൈസ തരുന്നൊരു ഏർപ്പാട് മാത്രമല്ല. ശരിക്കും അത് നാളത്തെ ലീഡേഴ്സിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ആശയം വളരെ കൃത്യമായി പറയുന്നൊരു വാചകമുണ്ട്. സ്കോളർഷിപ്പുകള് വിദ്യാഭ്യാസത്തിനൊരു സപ്പോർട്ട് മാത്രമല്ല തരുന്നത്, അത് പുതിയ ലീഡേഴ്സിനെയും ഇന്നൊവേറ്റേഴ്സിനെയും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ എത്ര പവർഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണെന്ന്? ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ, ഇതിന് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ സ്വന്തം മുൻ രാഷ്ട്രപതി കെ.ആർ. നാരായണൻ, അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പഠിച്ചത് ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന് പിന്നിലെ ശക്തി വർഗീസ് കുര്യൻ, അദ്ദേഹം മിഷിഗൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതും ഇങ്ങനെ ഒരു സഹായം കൊണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾക്കായി ലോകം ഒരുക്കിവെച്ചിട്ടുള്ള ചില കിഡിലൻ അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞ ഒരു വലിയ സാധ്യതകളുടെ ലോകമാണ് നമ്മുടെ മുന്നിലുള്ളത്. ലോകം മുഴുവൻ അവസരങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. ഇപ്പോ ഈ കാണുന്ന ലിസ്റ്റ് നോക്കൂ. ഓരോ രാജ്യത്തും പലതരം പഠനങ്ങൾക്ക് സ്കോളർഷിപ്പുകളുണ്ട്. അമേരിക്കയിൽ പഠിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? എങ്കിൽ ലോകപ്രശസ്തമായ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പുണ്ട്. മാസ്റ്റേഴ്സിനും PhDക്കുമൊക്കെ അപേക്ഷിക്കാം. ഇനി UK ആണ് ലക്ഷ്യമെങ്കിൽ അവിടെ കോമൺവെൽത്ത് സ്കോളർഷിപ്പുണ്ട്. പ്രൊഫഷണലുകൾക്ക് വേണ്ടി മാത്രമായി ഷെവനിംഗ് എന്നൊരു പ്രോഗ്രാമുണ്ട്. യൂറോപ്പിലെ ഒന്നിലധികം രാജ്യങ്ങളിൽ മാറി മാറി പഠിക്കാൻ അവസരം തരുന്ന ഇറാസ്മസ് മുണ്ടസ് അത് വേറെ ലെവലാണ്. അപ്പോ ഈ ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ പറ്റിയ ഏതെങ്കിലും ഒന്ന് ഇതിലുണ്ടാവും. ഈ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു ആവേശം തോന്നുന്നില്ലേ? പക്ഷേ ആവേശം മാത്രം പോരല്ലോ, ഈ സ്വപ്നത്തെ നമുക്കൊരു പ്ലാനാക്കി മാറ്റണ്ടേ? അപ്പോ എങ്ങനെ അപ്ലൈ ചെയ്യാം? എന്തൊക്കെയാണ് ആദ്യത്തെ സ്റ്റെപ്പുകൾ? നമുക്ക് നോക്കാം. അപ്പോ ആദ്യത്തെ ചോദ്യം, ആർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാം? സാധാരണയായി കൂടുതൽ സ്കോളർഷിപ്പുകളും മാസ്റ്റേഴ്സ് PhD പോലുള്ള ഉയർന്ന പഠനങ്ങൾക്കാണ് കിട്ടാറ്. പക്ഷെ വിഷമിക്കേണ്ട, ചിലത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്കുമുണ്ട്. സ്റ്റുഡൻസ്, റിസർച്ചേഴ്സ്, എന്തിന് ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസിന് വരെ ഓരോരുത്തർക്കും പറ്റിയ പ്രോഗ്രാമുകളും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചാൽ കുറച്ചു കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഓർക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന രാജ്യത്തിന്റെ എംബസി വെബ്സൈറ്റും യൂണിവേഴ്സിറ്റി സൈറ്റുകളും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ഡെഡ്ലൈനുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളുമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് റെഡിയാക്കി വെക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവസാന നിമിഷത്തേക്ക് വെക്കരുത്. എത്രയും പെട്ടെന്ന് തുടങ്ങുന്നോ അത്രയും നല്ലത്. ഈ ഇന്റർനാഷണൽ സ്കോളർഷിപ്പുകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. ചിലപ്പോൾ അവസരങ്ങൾ നമ്മുടെ തൊട്ടടുത്തുണ്ടാകും. അതെ, നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടുന്ന ചില സഹായങ്ങളുണ്ട്. നമ്മുടെ കേരള സർക്കാരും അർഹരായ കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാൻ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും SC, ST, OBC വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഇതൊരു വലിയ സഹായം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലറിയാൻ സർക്കാർ വെബ്സൈറ്റുകളിൽ നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടോ? നിങ്ങളുടെ സ്വപ്നം അത് സാധ്യമാണ്. പൈസയില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞ് പിന്നോട്ടു പോകരുത്. നിങ്ങൾക്ക് പറ്റിയൊരു സ്കോളർഷിപ്പ് കിട്ടിയാൽ മാത്രം മതി. അത് ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലേക്കും ഒരു ഗ്ലോബൽ കരിയറിലേക്കുമുള്ള വാതിൽ തുറന്നു തരും, ഉറപ്പാണ്. അപ്പോ പോകുന്നതിന് മുൻപൊരു ചോദ്യം. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ശരിക്കും എന്താണ്? പണമില്ലാത്തതാണോ? അതോ ഇത്തരം അവസരങ്ങളെക്കുറിച്ച് അറിയാത്തതാണോ? അതുമല്ലെങ്കിൽ വഴി കാണിച്ചു കൊടുക്കാൻ ആരുമില്ലാത്തതാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുമല്ലോ.